നിങ്ങളുയർത്തിയ രക്തപതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ രക്തപതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ മുദ്രാവാക്യം കാറ്റായൊഴുകുന്നു. നിങ്ങളുയർത്തിയ മുദ്രാവാക്യം കാറ്റായൊഴുകുന്നു. തീ കാറ്റായൊഴുകുന്നു. സമരേതിഹാസം മാഞ്ഞു. VS വിടവാങ്ങി. ആസാദ് മീഡിയ ഗ്രൂപ്പിന്റെയും കണ്ണൂർ APJ അബ്ദുൽ കലാം ലൈബ്രറിയുടെയും കണ്ണീരിൽ കുതിർന്ന അഭിവാദനം. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന VS 102 അന്തരിച്ചു. VS എന്ന രണ്ടക്ഷരത്തിലൂടെ മലയാളിയുടെ മനസ്സിൽ വിപ്ലവ വെളിച്ചമായി പതിഞ്ഞ ജനകീയ നേതാവ് ഇനി ഓർമ്മകളിലെ ജ്വലിക്കുന്ന പ്രചോദനമാവും. ദേഹാസ്വസ്ഥത്തെ തുടർന്ന് കഴിഞ്ഞ 23-നാണ് തിരുവനന്തപുരം SUD ആശുപത്രിയിൽ VSനെ പ്രവേശിപ്പിച്ചത്. തിങ്കളാഴ്ച വൈകുന്നേരം 3:20 മരണം. AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ പൊതുദർശനമുണ്ടാകും. രാത്രിയിൽ പൊതുദർശനം അനുവദിക്കും. രാത്രിയോടുകൂടി വീട്ടിലെത്തിക്കും. ചൊവ്വ രാവിലെ 9 മണിക്ക് ദർബാർ ഹാളിൽ പൊതുദർശനം. ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിലേക്ക് പോകും. ബുധൻ രാവിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം. ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ വലിയ ചൂടുകാട്ടിലാണ് സംസ്കാരം. 102 വയസ്സ് പിന്നിട്ട VS പക്ഷാഘാതം ബാധിച്ചതിനെ തുടർന്ന് ഏറെ നാളായി തിരുവനന്തപുരത്ത് മകന്റെ വസതിയായ വേലിക്കകത്ത് വീട്ടിൽ ചികിത്സയിലായിരുന്നു. പ്രായാധിക്യത്തെ തുടർന്ന് പൂർണ്ണ വിശ്രമത്തിലായിരുന്നു അദ്ദേഹം. ഭാര്യ K വസുമതി, മക്കൾ VA അരുൺകുമാർ, ഡോക്ടർ V ആശ, മരുമക്കൾ രജനി ബാലചന്ദ്രൻ, ഡോക്ടർ തങ്കരാജ്. ഒരു തവണ കേരള മുഖ്യമന്ത്രിയും 3 തവണ പ്രതിപക്ഷ നേതാവുമായിരുന്നു. 7 തവണ നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2006-11 കാലത്താണ് കേരള മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. നിരവധി ജനകീയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹം 1980 മുതൽ 1991 വരെ CPIM സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചു. നിലവിൽ CPIM സംസ്ഥാന കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവാണ്. വിപ്ലവം ജയിക്കണം, നാടിനെ നയിക്കണം, രക്തസാക്ഷി ധീരരെ സ്മരണയിൽ നിറയ്ക്കണം. രണമണിഞ്ഞ സന്ധ്യ പോൽ കണ്ണുകൾ ചുവക്കണം, ധമനികൾ തരിച്ചു പൊങ്ങി കൈകളാൽ ഉയരണം. തോരണങ്ങളാരവങ്ങൾ കാഹളം മുഴക്കണം, ചിന്തയിൽ ഒന്നുമേ ഇൻകുലാബ് വിളിക്കണം. തോരണങ്ങളാരവങ്ങൾ കാഹളം മുഴക്കണം, ചിന്തയിൽ ഒന്നുമേ ഇൻകുലാബ് വിളിക്കണം. കരളുറച്ചു നിന്ന മണ്ണിനായി ചോര വീണു ചോന്നു വന്ന രക്തപുഷ്പമേ. കരളുറച്ചു നിന്ന മണ്ണിനായി ചോര വീണു ചോന്നു വന്ന രക്തപുഷ്പമേ. ആയിരങ്ങൾ ജീവിതം പകുത്ത വാക്കിതാ, ജീവശ്വാസമേകിടുന്നൊരൊറ്റ വാക്കിതാ. ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം.
മണിക്കൂർ 4 മാത്രമേ ആവുന്നുള്ളൂ. ഒരു നഗരം ഒന്നാകെ ഇറങ്ങി വന്നിരിക്കുന്നു VS-നെ കാണാൻ. കണ്ണേ കരളേ VS-എ, ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ എന്ന് കണ്ഠമിടറി വിളിക്കുകയാണ് VS-ന്റെ പ്രിയപ്പെട്ടവർ. VS-നെ കാണാനും കേൾക്കാനും VS-നോട് പറയാനുമായി എത്തിയ മനുഷ്യര് VS-നെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്ന കാഴ്ച. നേരത്തെ നമ്മളുടെ ക്യാമറ ഫ്രെയിമിൽ ഒരാൾ പറഞ്ഞത് ഇനി ഇല്ലല്ലോ VS എന്നാണ്. ഞങ്ങൾക്കിനി VS-നെ കാണാൻ പറ്റില്ലല്ലോ എന്നാണ്. ഞങ്ങൾ കണ്ട VS-നെ ഇല്ലല്ലോ എന്നാണ്. ആ VS-നെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയ മനുഷ്യനാണ്. ആൾക്കൂട്ടത്തിനിടയിൽ തലപ്പൊക്കത്തോടെ ഉയർന്നു നിന്ന പോരാളി നിശ്ചേതനായി കിടക്കുകയാണ് ആംബുലൻസിനുള്ളിൽ. തങ്ങളുടെ പോരാളിക്ക് മരണമില്ലെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആവേശമായിരുന്ന ആൾക്കൂട്ടം ചുറ്റും നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് ആദ്യമായി VS കേൾക്കാതെ കിടക്കുകയാണ്. പാർട്ടി ആസ്ഥാനത്തേക്കുള്ള അവസാന വരവാണിത്. ആംബുലൻസിന് ചുറ്റും ഒരു ആൾക്കൂട്ടമല്ല, അതൊരു ആൾക്കടലായി മാറുകയാണ്. സമരതിരമാലകളാൽ പ്രക്ഷുബ്ധമായ ഒരു ചെങ്കടൽ ഇതാ ശാന്തമാവുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ AKG സെന്ററിലേക്ക് പോവുകയാണ്. കനിവുള്ളൊരു കരളതുമുണ്ട്, അഴലകലൻ കരളു കൊടുത്തേ വെയിലിൻ പൊള്ളി. കേരളവും രാജ്യവും കണ്ട അതുല്യനായ കമ്മ്യൂണിസ്റ്റ് പോരാളിയാണ് ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. VS എന്ന രണ്ടക്ഷരം കേരളീയ സമൂഹത്തിൽ പോരാട്ടത്തിൻ്റെ പ്രതീകമായി നിന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ അടയാളമാണ്. ദീർഘമായ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റേത്. കുട്ടിക്കാലം മുതൽ ആരംഭിച്ച സംഘടനാ പ്രവർത്തനം തൻ്റെ അവസാന നിമിഷം വരെ രോഗശയ്യയിൽ കിടപ്പിലാകുന്നതുവരെ നല്ല ഊർജ്ജസ്വലതയോടെ ഒരു പോരാളിയുടെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹം. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാന നേതാക്കളിൽ ഒരാളായി തന്നെ അദ്ദേഹം മാറിയിരുന്നു. അന്നത്തെ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന അവസാനത്തെ ആളാണ് ഇന്ന് വിട പറഞ്ഞിരിക്കുന്നത്. ഇനി ആരും ആ കൂട്ടത്തിൽ ബാക്കി നിൽക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് അതുല്യമായ സംഭാവന നൽകിയ നേതൃനിരയിലാണ് സഖാവ് VS-ന്റെ സ്ഥാനം. സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിവിധ മേഖലകളിൽ അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നത് സഖാവ് കൃഷ്ണപിള്ള ചുമതലപ്പെടുത്തിയതനുസരിച്ച്
കുട്ടനാട് പോയി പ്രവർത്തിക്കുകയും കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും ചെയ്ത ആ പ്രവർത്തനം അതുല്യമായിരുന്നു. തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘാടനത്തിൽ അതുല്യമായ പങ്കാണ് ആ സഖാവ് വഹിച്ചത്. കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചതും എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് നേതൃനിരയിൽ CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. അദ്ദേഹം നേരത്തെ തന്നെ നിയമസഭാ പ്രവർത്തനത്തിൽ ഭാഗഭാക്കായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായി ഏടുവരുന്നത് പ്രതിപക്ഷ നേതാവായി അദ്ദേഹം പ്രവർത്തിച്ചപ്പോഴായിരുന്നു. അതും കേരളത്തിൽ ഒരു പുതിയ അനുഭവമുണ്ടാക്കിയതാണ്. പിന്നീട് മുഖ്യമന്ത്രി എന്ന നിലയിലും അതുല്യമായ സംഭാവനയും നാടിന് നേതൃത്വവുമാണ് അദ്ദേഹം നൽകിയത്. അങ്ങനെ എല്ലാ തലങ്ങളിലും നല്ല നിലയിൽ പ്രവർത്തിച്ച് രോഗശയ്യയിലാകുന്നതുവരെ നല്ല രീതിയിൽ ഇടപെട്ടുപോയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇന്ന് നമ്മോട് വിട പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിര്യാണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIMനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള വിടവ് ഉണ്ടാക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിൽ ജനങ്ങളോടുമൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ബഹുമാന്യനായ VS അച്യുതാനന്ദൻ്റെ വേർപാടിൽ വേദനിക്കുന്ന എല്ലാവരോടുമൊപ്പം ചേരുകയാണ്. VSനെ കേരള ജനത ഏറെ സ്നേഹിച്ച രാഷ്ട്രീയ നേതാവും ഭരണാധികാരിയുമാണ്. അദ്ദേഹം തൊഴിലാളി പ്രവർത്തകനായി, തൊഴിലാളി നേതാവായി കേരള രാഷ്ട്രീയ രംഗത്ത് വളർന്നു വന്നു. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി തുടങ്ങിയ ചുമതലകൾ നന്നായി നിർവഹിച്ചു. അതേപോലെ തന്നെ CPIMൻ്റെ സമുന്നത നേതാവായി അണികളിലും ജനങ്ങളിലും സ്വീകാര്യതയും അംഗീകാരവും നേടി. സാമൂഹ്യ പ്രശ്നങ്ങളിൽ വളരെ സജീവമായി ഇടപെട്ടു. ന്യായത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് പലപ്പോഴും അദ്ദേഹം നിലയുറപ്പിച്ചു. സമരങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകി. VSൻ്റെ വേർപാട് CPIM പാർട്ടിക്കും കേരള സമൂഹത്തിനും വലിയ നഷ്ടം വരുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങൾ, CPIM പാർട്ടി എല്ലാവരോടുമൊപ്പം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാനും പങ്കുചേരുകയാണ്. കരളുറച്ചു നിന്ന മണ്ണിനായി ചോര വീണ് ചോന്നു വന്ന രക്തപുഷ്പമേ, കരളുറച്ചു നിന്ന മണ്ണിനായി ചോര വീണ് ചോന്നു വന്ന രക്തപുഷ്പമേ.